ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാളെ ജയിലിലേക്ക് പോകാനിരിക്കുന്ന നന്ദനോട് മനസ്സിൽ യാതൊരുവിധ ദേഷ്യവും വെച്ചേക്കരുതെന്ന് രാധിക ദേവികയോട് ആവശ്യപ്പെടുന്നു. അവൻ എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ച കാര്യം രാധിക ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നന്ദനും ഇസബെല്ലയും തമ്മിലുള്ള സൗഹൃദം അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ലെന്നും ദേവിക സ്വന്തം നിലപാടിൽ നിന്ന് പിന്മാറരുതെന്നും ശാരിക പറയുന്നു. എങ്കിലും ദേവിക മനസ്സിൽ മറ്റ് ചില കാര്യങ്ങളാണ് തീരുമാനിക്കുന്നത്. അരുന്ധതിയുടെയും CPയുടെയും രഹസ്യ ആലോചന ഋഷിയുടെ ചതികൾ പുറത്താകും. അരുന്ധതി CPയെ വിളിച്ചു വരുത്തി തൻ്റെ ആശങ്ക പങ്കുവയ്ക്കുന്നു. നാളെ നന്ദൻ കോടതിയിൽ ഹാജരായാൽ ഋഷിയും കൂട്ടുകാരും ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റായ കാര്യങ്ങളും പുറത്തു വരുമെന്ന് അവർ ഭയപ്പെടുന്നു. സത്യങ്ങൾ ദേവികയെ വിളിച്ചു പറയുന്നതിനെക്കുറിച്ച് അരുന്ധതി ചിന്തിക്കുന്നുണ്ടെങ്കിലും അത് ഋഷിയെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുമെന്ന് CP മുന്നറിയിപ്പ് നൽകുന്നു. ഈ കാര്യത്തിൽ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞ് CP അവിടെ നിന്ന് പോകുന്നു. ജയിലിൽ പോകുന്നതിന് മുൻപായി നന്ദനെ കാണാൻ ദേവിക വരുന്നു. താൻ നിരപരാധിയാണെന്നും തൻ്റെ മനസ്സിൽ ദേവിക മാത്രമേ ഉള്ളൂ എന്നും നന്ദൻ പറയുന്നു. ഇസബെല്ലയുമായുള്ള സൗഹൃദം സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിച്ചതാണെന്നും അവളെ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ലെന്നും അവൻ വ്യക്തമാക്കുന്നു. ദേവികയെ നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ടാണ് ഋഷിയെ കൊന്ന കാര്യം ആദ്യം മറച്ചുവെച്ചതെന്ന് നന്ദൻ സമ്മതിക്കുകയും മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു. ഒപ്പം ദേവികയോട് മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കാനും നല്ലൊരു രാഷ്ട്രീയ നേതാവായി വളരാനും അവൻ ആവശ്യപ്പെടുന്നു. നന്ദൻ തളർന്നു പോകരുതെന്നും താൻ എപ്പോഴും ഒരു നല്ല സുഹൃത്തായി കൂടെയുണ്ടാകുമെന്നും പ്രണയിച്ച കളിക്കൂട്ടുകാരനെ മറക്കില്ലെന്നും ദേവിക ഉറപ്പു നൽകുന്നു. ഒടുവിൽ യാത്ര പറഞ്ഞ് പിരിയാൻ നേരം അനുവാദം ചോദിച്ചുകൊണ്ട് നന്ദൻ ദേവികയെ കെട്ടിപ്പിടിക്കുന്നു. താഴേക്ക് വരുന്ന ദേവികയോട് ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പോയിക്കൂടെ എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്ന് ജനങ്ങളുടെ കയ്യടിക്ക് വേണ്ടി തൻ്റെ മകനെ ജയിലിലേക്ക് അയക്കാൻ തിടുക്കം കൂട്ടുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തുന്നു. ഇത് കേട്ട ദേവികയുടെ മറുപടി തൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണാണെങ്കിൽ ഈ നിമിഷം ഇവിടെ നിൽക്കില്ലായിരുന്നു എന്ന് ദേവിക തുറന്നടിക്കുന്നു. ദേവിക പറയുന്നത് പൂർണ്ണമായും ശരിയാണെന്ന് മനസ്സിലാക്കുന്ന പ്രഭാവതി ഒടുവിൽ സങ്കടം സഹിക്കാനാവാതെ പൊട്ടിക്കരയുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.